ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും മൈ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ജന്മാഷ്ടമിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടി അടുത്തുള്ളൊരു വിഷ്ണു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ചെറിയൊരു ക്ഷേത്രമാണ്, ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, ഒരു ചെറിയ പരിപാടി. ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. ചെറിയ ചെറിയ ഓരോ മത്സരങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ചിത്രരചന, പിന്നെ കൃഷ്ണൻ്റെ ലീല വയ്ക്കൽ, പീലി തൊടിയിക്കൽ, അങ്ങനെ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പിള്ളേർ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ പോയത്. ഞാനും അമ്മയും ഒക്കെയാണ് പോയത്. അച്ഛൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നടക്കുന്നത് മറ്റേ ഇതാണ്, ശ്രീകൃഷ്ണന് പീലി വയ്ക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ചൂടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ശിവൻ്റെ ക്ഷേത്രത്തിലേക്ക് വന്നു. അവിടെയാണ് ഇങ്ങനെ കുട്ടികളെ ഒക്കെ പരിപാടിക്കുള്ള ഇങ്ങനെ കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 2-2:30 ആയപ്പോഴേക്കും അവരെല്ലാവരും വന്ന് ഇങ്ങനെ പുറപ്പെട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ദൈവാവ അടിപൊളിയായി ഡാൻസ് കളിക്കുന്നുണ്ട്. എനിക്ക് ആ വാവയുടെ അടുത്തുനിന്ന് പോകാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ടാണ് അവൻ ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്. കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കുട്ടികളുണ്ടായിരുന്നു, രാധമാരുണ്ടായിരുന്നു. കണ്ടോ ഇത് വെച്ച് കളിക്കുന്നത് കണ്ടോ. എൻ്റെ കുഞ്ഞാവനും ഒരുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ അവൾക്ക് തലയിലൊന്നും വെക്കാൻ അവൾ സമ്മതിക്കില്ല. അതാണ് പിന്നെ ഞാനതിന് ഇറങ്ങാതിരുന്നത്. കുറച്ചും കൂടി ഒരു അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ശരിയാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ഇറങ്ങാനായി, ശോഭയാത്രയ്ക്ക് ഇറങ്ങാനായി. അമ്പലം വലം വെച്ചതിന് ശേഷം രാധയും ഉണ്ണിക്കണ്ണനും എല്ലാവരും ഇറങ്ങി തുടങ്ങി. പിന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ അമ്മമാർ തന്നെ എടുക്കും, ബാക്കിയുള്ളവരൊക്കെ നടന്നിട്ട് പോകും. അത്ര ദൂരമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നിട്ട് ശോഭയാത്രയെ പിന്നെ കുറച്ച് പോന്നിട്ട് ഞങ്ങൾ വീണ്ടും വിഷ്ണു ക്ഷേത്രത്തിലേക്ക് തന്നെ പോന്നു. അവിടെ വെച്ചിട്ട് അവരുടെ കുറച്ച് ചെറിയ ഇങ്ങനെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉണ്ണിക്കണ്ണന്മാരല്ല, അതിന് നമ്മൾ വേറെ വലിയൊരു ഉണ്ണിക്കണ്ണനെയും രാധേനെയൊക്കെ ഏർപ്പാടാക്കി ഡാൻസൊക്കെ കളിച്ച് അതിൻ്റെ ഇടയിലുള്ള ഒരു ഉറിയടിയൊക്കെ ആയിരുന്നു. ഉറിയടിയുടെ സമയത്ത് എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല, വാവ ഉറങ്ങുമായിരുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടെ മാറി നിന്നു കേട്ടോ. എന്നാലും നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ നന്നായി ഹാപ്പിയായിരുന്നു. കുറച്ച് പിള്ളേർ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കത്തിലേക്കൊക്കെ പോയി. എന്നാലും അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയാവും. നിങ്ങളും ഇതുപോലെയൊക്കെ പോയിട്ടുണ്ടാവില്ലേ ഒത്തിരി അമ്പലത്തേക്ക്? കൂടുതൽ നേരം ഞങ്ങൾ നിന്നില്ല. കുറച്ച് നേരം അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ള